ഹരി ഓം. നമ്മുടെ ശ്രീമദ് ഭാഗവത പഠന ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് 149ാമത്തെ ക്ലാസ്സാണ് ആരംഭിക്കുന്നത്. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 6-ാം അധ്യായത്തിലെ 20 വരെയുള്ള ശ്ലോകങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ കൂടി പറഞ്ഞു നിർത്തിയത്. ഇന്ന് ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 6-ാം അധ്യായത്തിലെ 21ാമത്തെ ശ്ലോകം മുതൽ ആരംഭിക്കുന്നു. ക്ലാസ് നയിക്കുന്നതിന് ആചാര്യൻ ഡോക്ടർ പി വി വിശ്വനാഥൻ നമ്പൂതിരി സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ. സഹനാവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യം പ്രവ്രവൃന്ദമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിദഹകാതരയാ ജുഹാവ പുത്രേതി തന്മയതയാ തരവോഗ്നേദുസ്തം സർവഭൂതഹൃദയം നിമാനതോ. സമാദരണീയരായ എല്ലാ പഠിതാക്കൾക്കും വിഹിതമായ പ്രണാമം. മുമ്പ് പറഞ്ഞാൽ 3-ാം സ്കന്ധത്തിലെ 6-ാം അധ്യായത്തിൽ 21ാമത്തെ ശ്ലോകം ആരംഭിക്കുന്നു. ഹസ്താവശ്യവിനദ്ഭിന്നാവിന്ദ്രഫത്പതിരാവിശൻ വാർത്തയാംശേന പുരുഷോയ വൃത്തിം പ്രപദ്യതേ. ഹസ്തൗ അഫ്യവിനിർഭിന്നൗ ഇന്ദ്ര ഫർപ്പതി അവിശത്. ഹസ്തൗ കൈകൾ രണ്ടു, അഫ്യ അവന്റെ, വിനിർഭിന്നൗ പിളർന്നുണ്ടായി, അതിൽ ഫർപ്പതി ആവിശത് സ്വർലോകാധിപനായ ഇന്ദ്രൻ ആവേശിച്ചു. വാർത്തയാംശേന പുരുഷോ, വാർത്ത എന്നുള്ള വ്യാപാരം എന്നർത്ഥം. വ്യാപാരത്തോടു കൂടിയ കൈകളിൽ ഇന്ദ്രൻ പ്രവേശിച്ചു. വാർത്തയാംശേന പുരുഷോ യയാ വൃത്തിം പ്രപദ്യതേ, അതുകൊണ്ട് ഉപജീവന വൃത്തി കഴിച്ചു കൂട്ടാൻ സാധിക്കുന്നു. ഇത് സൃഷ്ടിക്രമത്തെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. മുഖം മുതൽ ഗുദം വരെയുള്ള അവയവങ്ങളെ കുറിച്ചാണ് ഇതിനു മുമ്പുള്ള പദ്യങ്ങളിൽ പറഞ്ഞത്. ഇപ്പോൾ ഇനി കൈകാലുകളിലേക്ക് പ്രവേശിക്കാം. ആ വിരാട് പുരുഷനായ ആ പുരുഷന്റെ ഹസ്തങ്ങൾ ആ ശരീരത്തിൽ നിന്നും ഹസ്തം എന്നുള്ള അവയവങ്ങൾ മുളച്ച് ഉണ്ടായി. 2 കൈകൾ ഉണ്ടായി. ഉണ്ടായപ്പോൾ തന്നെ ആ കൈകൾ ഇന്ദ്രൻ അതിലേക്ക് പ്രവേശിച്ചു. എന്നിട്ട് ആ ഇന്ദ്രന്റെ ദേവതയുടെ ശക്തി കൊണ്ട് കൈകൊണ്ട് ജോലി ചെയ്ത് ഉപജീവന വൃത്തി കഴിക്കാനുള്ള കരുത്ത് ആ പുരുഷന് ഉണ്ടായി. ഇതാണ് മനുഷ്യനിലേക്ക് സംക്രമിക്കുന്നത്. ഇതെല്ലാം അങ്ങനെ തന്നെയാണ്. ഹസ്തൗ അസ്യ വിനിർഭിന്നൗ ഇന്ദ്ര, ഹസ്താവസ്യ വിനിർഭിന്നാവിന്ദ്ര ഫർപ്പതിരാവിശത് വാർത്തയാംശേന പുരുഷോ യയാ വൃത്തിം പ്രപദ്യതേ. അസ്യ ഹസ്തൗ വിനിർഭിന്നൗ ഫർപ്പതി ഇന്ദ്ര ആവിശത് വാർത്തയാംശേന പുരുഷഃ യയാ വൃത്തിം പ്രപദ്യതേ. ഹസ്താവസ്യ വിനിർഭിന്നാവിന്ദ്ര ഫർപ്പതിരാവിശൻ വാർത്തയാംശേന പുരുഷോ യയാ വൃത്തിം പ്രപദ്യതേ. പാദാവസ്യ വിനിർഭിന്നോ ലോകേശോ വിഷ്ണുരാവിശത് ഗത്യാ സ്വാംശേന പുരുഷോ യയാ പ്രാപ്യം പ്രപദ്യതേ. പാദൗ അസ്യ വിനിർഭിന്നൗ, തുടർന്ന് അവന്റെ കാലുകൾ മുളച്ചു വന്നു. അതിൽ ലോകേശനായ വിഷ്ണു ആവേശിച്ചു. ഗതി കൊണ്ട്, ഗതി എന്ന് വെച്ചാൽ നടത്ത, ചലനം. സ്വ അംശേന, സ്വന്തം അംശമായ ഈ ഗമനശക്തി കൊണ്ട് പുരുഷൻ യാതൊന്നുകൊണ്ട് പ്രാപ്യം പ്രപദ്ധ്യത, പ്രാപ്യം പ്രാപിക്കേണ്ടതായ സ്ഥാനത്തെ പ്രപദ്ധ്യതയെ പ്രാപിക്കും. കാലിന്റെ ഉദ്ദേശ്യം നടക്കാനുള്ളതാണ്. നടപ്പെന്ന് വെച്ചാൽ ഒരു ദിക്കിൽ നിന്നും മറ്റു ദിക്കിലേക്ക് എത്തിച്ചേരും. ഇതാണ് ഇത്. അപ്പം നമ്മുടെ ഓരോ അവയവങ്ങളിലും
ഈശ്വരന്റെ സാന്നിധ്യം നിറഞ്ഞിരിക്കുന്നു എന്ന് കാണിക്കാനാണ്. കൈകളിൽ ഇന്ദ്രന്റെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ടാണ് കൈകൊണ്ട് ജീവനവൃത്തി ചെയ്ത് ഉപജീവനം കഴിക്കാൻ പറ്റുന്നത്. കാലുകളിൽ വിഷ്ണുവാണ് പ്രവേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സഞ്ചാരം സാധിക്കുന്നു. പ്രപഞ്ചത്തെ മുഴുവനും സഞ്ചരിച്ചു പോകാൻ പുരുഷന് കഴിയുന്നു. പാദാവശ്യവിനർഭിന്നോ ലോകേശോ വിഷ്ണുരാവിശൻ യത്യാസാംശേന പുരുഷോ യയാ പ്രാപ്യം പ്രപദ്യതേ. അസ്യ പാദൗ വിനിർഭിന്നൗ ലോകേശഃ വിഷ്ണുഃ ആവിശത് സ്വാംശേന ഗത്യാ പുരുഷഃ യയാ പ്രാപ്യം പ്രപദ്യതേ. പാദാവശ്യവിനർഭിന്നോ ലോകേശോ വിഷ്ണുരാവിശൻ യത്യാ സ്വാംശേന പുരുഷോ യയാ പ്രാപ്യം പ്രപദ്യതേ. പാദാവശ്യവിനർഭിന്നോ ലോകേശോ വിഷ്ണുരാവിശൻ യത്യാ സ്വാംശേന പുരുഷോ യയാ പ്രാപ്യം പ്രപദ്യതേ. ബുദ്ധിം ജാസ്യവിനർഭിന്നാം വാഗീശോധിഷ്ണ്യമാവിശത് ബോധേനാംശേന ബോദ്ധവ്യ പ്രതിപത്തീയതോ ഭവേത്. ബുദ്ധിം ജാസ്യവിനർഭിന്ന, അവൻ കൈകാലുകള് ബുധം ഇവയോടുകൂടി ജ്ഞാനേന്ദ്രിയങ്ങളുടെയും ഇപ്പൊ പറഞ്ഞ കർമ്മേന്ദ്രിയങ്ങളുടെയും പ്രവർത്തനം ഒന്നായി. അവകൾ ഉണ്ടായി. അവകളൊക്കെ അധിഷ്ഠാനപരമായ ഒരു ദേവതയുണ്ട്. ആ ദേവതയുടെ സാന്നിധ്യം കൊണ്ടാണ് ഇവകൾ പ്രവർത്തിക്കുന്നതെന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാവണം. നമ്മുടെ കഴിവ് കൊണ്ട് മാത്രം അല്ല ഈ അവയവങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്താനാണ് ഈ സൃഷ്ടിക്രമത്തിൽ ഓരോ അംശത്തിലും ദേവതയുടെ സാന്നിധ്യമുണ്ട്. അതിൻ്റെ പ്രയോജനം കൊണ്ടാണ് നമുക്ക് ആ അതാത് ഇന്ദ്രിയങ്ങൾ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നത്. അടുത്ത ബുദ്ധിയാണ്. ബുദ്ധിം ച അസ്യ വിനിർഭിന്നാം. അങ്ങനെ അവനിൽ നിന്നും ഉണ്ടായ വിനിർഭിന്നമായ ബുദ്ധിയെ വാഗീശഃ, വാഗീശൻ ബൃഹസ്പതി, വാക്കിന്റെ അധിപതി ബൃഹസ്പതിയാണ്. ധിഷ്ണ്യം സ്ഥാനം ആവിശത് പ്രവേശിച്ചു. ബുദ്ധി അവനിൽ നിന്നും എപ്പോഴാണോ ഉണ്ടായത് അപ്പോൾ അതിൽ വാഗീശനായ ബൃഹസ്പതി ആവേശിച്ചു. ബോധേന അംശേന, തൻ്റെ അംശമായ ബോധത്തോടുകൂടെ ആ ധിഷ്ണ്യം പ്രവേശിച്ചിട്ട് ബോധവ്യ പ്രതിപത്തി യഥോ ഭവേത്. അറിയേണ്ടതിനെ അറിയുവാനുള്ള അറിവ് അതുണ്ടായി. ബോധവ്യം അറിയേണ്ടത്, പ്രതിപത്തി അതിനുള്ള ആസക്തി, അറിവ്, താല്പര്യം. യതഃ യാതൊന്നുകൊണ്ട് ഭവേത് ഭവിച്ചു. ബോധേന അംശേന, ബോധമെന്നുള്ള ആ ഉള്ള ഈശ്വരന്റെ ആ ഒരു അംശം കൊണ്ട് വാഗീശനായ ബൃഹസ്പതി ബുദ്ധിയിലേക്ക് പ്രവേശിച്ചപ്പോൾ മുതൽ അറിയേണ്ടതിനെ അറിയുവാനുള്ള ഒരു പ്രതിപത്തി മനുഷ്യനുണ്ടായി. ഇത് മനുഷ്യന്റെ ഒരു ത്വരയാണ്. അറിയേണ്ടത് അറിയാനുള്ള ത്വര, അതിൻ്റെ പേരാണ് ബുദ്ധി. ആ ബുദ്ധിയിൽ വാഗീശനായ ബൃഹസ്പതി ആവേശിച്ചു. ബുദ്ധിം ജാസ്യവിനർഭിന്നാം വാഗീശോധിഷ്ണ്യമാവിശത് ബോധേനാംശേന ബോധവ്യ പ്രതിപത്തിര്യതോ ഭവേത്. അസ്യ വിനിർഭിന്നാം ബുദ്ധിം വാഗീശഃ അംശേന ബോധേന ധിഷ്ണ്യം ആവിശത് യതഃ ബോധവ്യ പ്രതിപത്തിഃ ഭവേത്. ബുദ്ധിം ജാസ്യ വിനിർഭിന്നാം വാഗീശോധിഷ്ണ്യമാവിശത് ബോധേനാംശേന ബോധവ്യ പ്രതിപത്തിര്യതോ ഭവേത്. ബുദ്ധിം ജാസ്യ വിനിർഭിന്നാം വാഗീശോധിഷ്ണ്യമാവിശത് ബോധേനാംശേന ബോധവ്യ പ്രതിപത്തിര്യതോ ഭവേത്. ഇനി ആ വിരാട് പുരുഷന്റെ ബുദ്ധി എന്ന വാസസ്ഥാനത്തിലേക്ക് ആണ് ബൃഹസ്പതി പ്രവേശിച്ചത്. നിശ്ചയാത്മികയാണ് ബുദ്ധി. അതുകൊണ്ട് ജീവന് നിശ്ചയാത്മികമായ ബുദ്ധി കൊണ്ട് ജ്ഞാനത്തെ തിരിച്ചറിയാനുള്ള കഴിവ് ഉണ്ടായി. എന്ന് എങ്ങനെ ബുദ്ധി ഉണ്ടായി എന്ന് പറയാം. ഹൃദയം ചാപ്യ ഭിന്നം ചന്ദ്രമാധിഷ്ണ്യമാവിശത് മനസാംശേനയേനാഭോ വിക്രിയാം പ്രതിപദ്യതേ. ഹൃദയം ചാപ്യ വിനിർഭിന്നം, അസ്യ ഹൃദയം വിനിർഭിന്നം.
അവന്റെ ഹൃദയം പിളർന്നു വെച്ചാൽ ഹൃദയം വേർപെട്ടു, ഹൃദയം ഉണ്ടായി. എങ്ങനെ? അതിൽ ചന്ദ്രമാധിഷ്ഠ്യം ആവശ്യം, അതിലേക്ക് ചന്ദ്രനാണ് ആവേശിച്ചത്. മനഫാംശേന മനസ്സിന്റെ അംശം കൊണ്ട്, ഏന യാതൊരുവനാൽ, അഫോ ഇവൻ വിക്രിയാം പ്രതിപത്യത, അതുകൊണ്ട് ഇവൻ വികാരത്തെ പ്രാപിച്ചു. എന്താ വികാരം? സങ്കല്പ വികല്പങ്ങൾ എന്നുള്ള രണ്ട് വികാരങ്ങൾ. മാറ്റം, വിക്രിയ എന്ന് വെച്ചാൽ മാറ്റം, ചേഞ്ച്, അതിൻ്റെ പേരാണ് വികാരം എന്നുള്ളത്. നമ്മൾ മലയാളത്തിൽ അറിയുന്ന മറ്റു വികാരങ്ങളെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. വികൃതി അല്ലെങ്കിൽ ചേഞ്ച് എന്നുള്ള അർത്ഥത്തിലാണ് വികാരം എന്ന വാക്ക്. അതുകൊണ്ട് വിക്രിയാം പ്രതിപത്യത, വികാരത്തെ പ്രാപിച്ചു, ചേഞ്ചുകൾ ഉണ്ടായി. എന്താണ് സങ്കല്പം, വികല്പം? മനസ്സിന്റെ രണ്ട് കഴിവിതാണ്, ഒന്ന് സങ്കല്പിക്കുക, ഒന്ന് വികല്പിക്കുക. ഈ രണ്ട് സ്വഭാവവും മനസ്സിനുണ്ടായത് എന്താണ്? ആ പുരുഷനുണ്ടായ ഹൃദയത്തിൽ, ആ ഹൃദയത്തിന്റെ സ്ഥാനത്ത് ചന്ദ്രൻ തൻ്റെ അംശമായ മനസ്സോടുകൂടെ പ്രവേശിച്ചു. അതുകൊണ്ടാണ് ജീവന് സങ്കല്പിക്കാനും വികല്പിക്കാനും കഴിയും. ചന്ദ്രമാ മനസ്സോജാത ചക്ഷോ സൂര്യോജായത എന്ന് ഈ വിരാട് പുരുഷ വർണ്ണയിൽ, പുരുഷ സൂത്രത്തിൽ ഇതേ വാക്ക് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ചന്ദ്രമാ മനസ്സോ ജാത. അപ്പൊ എന്താണ്? ഈ മനസ്സിൽ നിന്നാണ് ചന്ദ്രൻ ഉണ്ടായത്, അല്ലെങ്കിൽ മനസ്സിന്റെ ദേവത ചന്ദ്രനാണ്. ആ ചന്ദ്രന്റെ ഗുണം എന്താ? പ്രയോജനം എന്താണ്? വികാരത്തെ ഉണ്ടാക്കലാണ്, ചേഞ്ചുകൾ ഉണ്ടാക്കലാണ്. ഹൃദയം ചക്ഷുനർഭിന്നം ചന്ദ്രമാധിഷ്ണ്യമാവിശൻ മനസാംശേനേനാഭോ വിക്രിയാം പ്രതിപദ്യതേ. അഫ്യ ഹൃദയം നിർഭിന്നം ചന്ദ്രമാധിഷ്ണ്യം ച ആവിശത് ഏന അസൗ മനസ അംശേന വിക്രിയം പ്രതിപദ്യത. ഹൃദയം ചർഭിന്നം ചന്ദ്രമാധിഷ്ണ്യമാവിശത് മനസ അംശേന ഏനാഭോ വിക്രിയം പ്രതിപദ്യതേ. ഹൃദയം ചർഭിന്നം ചന്ദ്രമാധിഷ്ണ്യമാവിശത് ഏനാംശ മനസാംശേന ഏനാഭോ വിക്രിയം പ്രതിപദ്യതേ. ആത്മാനം ചാഭ്യനഭിന്നം അഭിമാനോ വിശത്പദം കർമ്മണാംശേനേനാഭോ കർത്തവ്യം പ്രതിപദ്യതേ. ആത്മാനം ചാഭ്യനഭിന്നം, അഫ്യ അവന്റെ ആത്മാനം ആത്മാവിന്, നിർഭിന്നം വേർപെടുത്തപ്പെട്ടു, അഭിമാനോ അവിശത്പദം അതിൽ നിന്നും അഭിമാനം പദത്തെ പ്രവേശിച്ചു. ആത്മാവിന്റെ പദത്തിലേക്ക് അഭിമാനം പ്രവേശിച്ചു. ഇവിടെ അഭിമാനത്തിന്റെ അർത്ഥം ശ്രീരുദ്രനാണ്. രുദ്രൻ അഭിമാനത്തിന്റെ ദേവതയാണ്. അപ്പൊ ഇവിടെ രുദ്രൻ എന്ന അഭിമാന ദേവത ആ ആത്മാവിൽ പ്രവേശിച്ചു. കർമ്മണാംശേന, കർമ്മത്തിന്റെ അംശം കൊണ്ടാണ്, കർമ്മശക്തിയോട് കൂടിയാണ് അഹങ്കാരമെന്ന വാസസ്ഥാനത്തെ രുദ്രൻ അംഗീകരിച്ചത്. അതുകൊണ്ട് ഏന അസോ അവൻ കർത്തവ്യം പ്രതിപദ്ധ്യത. എന്താ കർത്തവ്യം? ചെയ്യപ്പെടേണ്ടത്. ജീവന് ദേഹാദ്യ അവയവങ്ങളിൽ ഞാൻ എന്ന അഭിമാനത്തോടുകൂടി ഓരോ പ്രവൃത്തികളെ ചെയ്യാൻ കാരണം ഇതാണ്. ഞാൻ എഴുന്നേൽക്കുന്നു, ഞാൻ പല്ല് തേക്കുന്നു, ഞാൻ ഉറങ്ങുന്നു, ഞാൻ അമ്പലത്തിൽ പോകുന്നു, ഞാൻ കാപ്പി കുടിക്കുന്നു, ഞാൻ കുളിക്കുന്നു എന്ന് ഈ ജീവനിൽ ഓരോ കർമ്മം ചെയ്യുമ്പോഴും ഞാൻ എന്ന അഭിമാനത്തിന്റെ ശക്തി ഉണ്ടാക്കിയത് ഈ രുദ്രനാണ്. അതിനെയാണ് ജീവാത്മാവ്. ഇവിടെ ആത്മാനും ജീവാത്മാവാണ്. ആ ജീവാത്മാവിൽ നിന്നും, ആ പുരുഷന്റെ ഈ ജീവാത്മാവിൽ നിന്നും അഭിമാന ദേവതയുണ്ടായി, അഭിമാനമുണ്ടായി. ആ അഭിമാനം കൊണ്ടാണ് കർത്തവ്യം പ്രതിപദ്ധ്യത, ഓരോ പ്രവൃത്തികളെ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ആത്മാനം ചാസ്യനർഭിന്നം അഭിമാനോ വിശത്പദം കർമ്മണാംശേനേനാഭോ കർത്തവ്യം പ്രതിപദ്ധ്യതേ. അസ്യ ആത്മാനം നിർഭിന്നം അഭിമാനഃ പദം അവിശച്ച ഏന അഹോ കർമ്മണാംശേന കർത്തവ്യം പ്രതിപദ്ധ്യത്തെ. ആത്മാനം ചാസ്യനർഭിന്നം അഭിമാനോ വിശത്പദം
കർമ്മണാംശേന യേനാഭോ കർത്തവ്യം പ്രതിപദ്യതേ ആത്മാനം ചാപ്യുനദ്ഭിന്നം അഭിമാനോ വിശത്പദം കർമ്മണാംശേന യേനാഭോ കർത്തവ്യം പ്രതിപദ്യതേ സത്വം ചാപ്യുനദ്ഭിന്നം മഹാൻധിഷ്ണ്യമുപാവിശത് ചിത്തേനാംശേന യേനാഭോ വിജ്ഞാനം പ്രതിപദ്യതേ സത്വം ചാപ്യുനദ്ഭിന്നം. സത്വം ഇവിടെ ചിത്തം ആണ്. ബുദ്ധിയുണ്ടായി, മനസ്സുണ്ടായി, ഇനിയും പറയുന്നത് ആത്മാവുണ്ടായി, ഞാനെന്ന അഹങ്കാരം ഉണ്ടായി, ഇനിയുള്ള ചിത്തമാണ്. അന്ധക്കരണ വൃത്തികൾ 4 അതിൽ 3 പറഞ്ഞു കഴിഞ്ഞു. ബുദ്ധി പറഞ്ഞു, മനസ്സ് പറഞ്ഞു, ആത്മാവെന്ന അഹങ്കാരം പറഞ്ഞു. ഇനിയുള്ളത് എന്താണ്? ഈ സത്വം എന്ന ചിത്തത്തെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. സത്വം അസ്യ വിനിർഭിന്നം മഹാൻധിഷ്ണ്യമുപാവിശ. മഹത്തായ ഒരു സ്ഥാനത്തിലേക്ക് അത് പ്രവേശിച്ചു. ചിത്തേന അംശേന, ചിത്തത്തിന്റെ അംശം കൊണ്ട് ഏനാഫു വിജ്ഞാനം പ്രതിപദ്ധ്യത, അവൻ വിജ്ഞാനത്തെ പ്രാപിക്കും. ഭൗതികമായ എല്ലാത്തരം അറിവുകളെ പ്രാപിക്കുന്നത് ഈ ചിത്തം കൊണ്ടാണ്. ചിതിജ്ഞാനി എന്ന വാക്കിൽ നിന്നാണ് ചിത്തം എന്ന വാക്കുണ്ടായത്. അറിവ് സമ്പാദിക്കാൻ ഭൗതികമായ എല്ലാത്തരം അറിവുകളും ചിത്തം കൊണ്ടാണ് നേടുന്നത്. ഉണ്ട് വിരാട് പുരുഷന് ചിത്തമുണ്ടായി. തൻ്റെ തന്നെ അംശമായ ചൈതന്യത്തോടുകൂടെ ബ്രഹ്മദേവൻ അതിനെ ആവാസമായി സ്വീകരിച്ചു. ആ ചൈതന്യം കൊണ്ട് ജീവന് വിശേഷജ്ഞാനം ഉണ്ടായി. സത്വം ജാസ്യവിനർഭിന്നം മഹാൻധിഷ്ണ്യമുപാവിശത് ചിത്തേനാംശേന യേനാഭോ വിജ്ഞാനം പ്രതിപദ്ധ്യതേ. അസ്യ സത്വം വിനിർഭിന്നം മഹാൻധിഷ്ണ്യം ച ഉപാവിശത് ഏനാഭോ ചിത്തേനാംശേന വിജ്ഞാനം പ്രതിപദ്ധ്യതേ. സത്വം ചാസ്യവിനിർഭിന്നം മഹാൻധിഷ്ണ്യമുപാവിശത് ചിത്തേനാംശേന യേനാഭോ വിജ്ഞാനം പ്രതിപദ്ധ്യതേ. സത്വം ചാസ്യവിനിർഭിന്നം മഹാൻധിഷ്ണ്യമുപാവിശത് ചിത്തേനാംശേന യേനാഭോ വിജ്ഞാനം പ്രതിപദ്ധ്യതേ. ശീർഷ്ണോസ്യദ്യൗദ്ധരാവധ്യാം ഖം നാഭേര് ഉദപദ്യതാം ഗുണാനാം വൃത്തയോ യേഷു പ്രതീയന്തേ പുരാദയാം. ശീർഷ്ണഃ അസിദ്യൗ. ഇതുവരെ കണ്ട് ആ വിരാട് പുരുഷന്റെ അംഗങ്ങളായ വ്യഷ്ടി ശരീരത്തെക്കുറിച്ചും ഇന്ദ്രിയങ്ങളെക്കുറിച്ചും പറഞ്ഞു കഴിഞ്ഞു. ഇനിയും ദേവാദികളുടെ ഉൽപ്പത്തി സ്ഥാനത്തെ കൂടി പറയുകയാണ്. ദേവന്മാരുടെ വിഭാഗം, അവർക്ക് വസിപ്പാനുള്ള സ്ഥലങ്ങൾ, അതെല്ലാം ഈ വിരാട് പുരുഷന്റെ അംഗത്തിൽ നിന്നും അവയവത്തിൽ നിന്നും ഉണ്ടായതാണ് എന്ന് കാണിക്കാൻ വേണ്ടി ആ വിരാട് പുരുഷന്റെ ശിരസിൽ നിന്നും സ്വർഗമുണ്ടായി. ശീർഷ്ണഃ അസ്യ ദ്യൗഃ. അവന്റെ ശീർഷ്ണം, ശിരസ് സ്വർഗമായി. ദ്യൗഃ. ധരാ പദ്ഭ്യാം. ധരാ ഭൂമി. പദ്ഭ്യാം പാദങ്ങളിൽ നിന്നുണ്ടായി. അവന്റെ പാദങ്ങളിൽ നിന്നും ഭൂലോകമുണ്ടായി. അവന്റെ ശിരസിൽ നിന്നും സ്വർഗലോകമുണ്ടായി. ഖം നാഭേഹി ഉദപദ്യത. ഖം എന്ന് വെച്ചാൽ അന്തരിക്ഷലോകം. ഭൂമിക്കും സ്വർഗത്തിനും ഇടയ്ക്കുള്ള ലോകം. അന്തര ഈക്ഷത, ഇടയ്ക്ക് കാണപ്പെടുന്നത്, അതാണ് അന്തരിക്ഷം. അങ്ങനെ അന്തരിക്ഷം എന്ന ലോകം ഉദപദ്യത, ഉത്പാദിച്ചു, ഉണ്ടായി. ഗുണാനാം വൃത്തയോ യേഷു പ്രതീയന്തേ സുയാദയഃ. അതുകൊണ്ട് സത്വാദികളായ ഗുണങ്ങളുള്ള വൃത്തികളോട് കൂടിയ ദേവൻ, മനുഷ്യൻ, പ്രാണികൾ മുതലായ സകല വർഗങ്ങളും ഈ സ്ഥാനത്ത് ഉത്ഭവിക്കുന്നു എന്ന് കാണിക്കാം. പുരാദയഃ ഗുണാനാം വൃത്തയഃ യേഷു പ്രതീയന്തേ. ദേവാദികളായ സത്വാദി ഗുണങ്ങളുടെ വൃത്തികൾ കൊണ്ട് ഈ ദേവാദികൾ ഉദ്ഭവിക്കുന്നു ഉണ്ടാകും.
അപ്പൊ മനുഷ്യന്റെ സത്വവൃത്തിയാണ് ദേവാംശത്തിന്റെ ഉത്പാദനത്തിന് കാരണം. സത്വം കൊണ്ടാണ് ദൈവികത ഉണ്ടാകുന്നത്, സത്വം കൊണ്ടാണ് മനസ്സ് ശാന്തമാകുന്നത്, സത്വം കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിലെ ദുഷ്ടതകളെ തിരിച്ചറിഞ്ഞിട്ട് നന്മയെ തിരിച്ചറിയാൻ പറ്റുന്നത്. ശീർണോസ്യ ദൗർധരാപഥ്യം ഖം നാഭേരുദപദ്യതാം ഗുണാനാം വൃത്തയോ യേഷു പ്രതീയന്തേ സുരാലയഹം. ശീർഷ്ണഃ ദ്യൗഃ പദ്ഭ്യം ധരാ നാഭേഃ ഖം ഉദപദ്യത ഗുണാനാം വൃത്തയഃ പുരാദേഹ പ്രതീയത്തെ. ശീർഷ്ണോസ്യ ദൗർധരാപഥ്യം ഖം നാഭേരുദപദ്യതാം ഗുണാനാം വൃത്തയോ യേഷു പ്രതീയന്തേ സുരാദയഃ. ശീർഷ്ണോസ്യ ദൗർധരാപഥ്യം ഖം നാഭേരുദപദ്യതാം ഗുണാനാം വൃത്തയോ യേഷു പ്രതീയന്തേ സുരാദയാം. ആത്യന്തികേന സത്വേന ദിവം ദേവാപ്രപേതിരേ ധരാം രജസ്വഭാവേന പണയോ യേ ച താനനു. ആത്യന്തികേന സത്വേന ഏറ്റവും അധികമുള്ള ബലം കൊണ്ട്, ആത്യന്തികം ഏറ്റവും അധികമായ വർദ്ധിച്ചതായ സത്വം ഇവിടെ ബലമാണ്. ആത്യന്തികേന സത്വേന ഏറ്റവും ശക്തിവത്തായ ബലം കൊണ്ട് ദേവാഹ ദിവം പ്രപേതി, ആ സത്വഗുണത്താൽ ദേവന്മാർ സ്വർഗത്തെ പ്രാപിച്ചു. സത്വഗുണം അധികരിച്ചിരിക്കുന്നവരാണ് ദേവന്മാർ. ആ ഗുണത്തിനനുസരിച്ചുള്ള എല്ലാ സുഖഭോഗങ്ങളും ഉണ്ടാകുന്നത് സ്വർഗമാണ്. അതുകൊണ്ട് ദേവന്മാർക്ക് വേണ്ടി സ്വർഗം ജനിക്കുന്നു, ഉണ്ടാകും. യാഗാദികളായ വേദോക്തങ്ങളായ സമസ്ത കർമ്മങ്ങളിലും തൽപരരാണ് ഇവർ. ധരാം രജസ്വഭാവേന പണയോ ഏചതാൻ അനു. രജസ്വഭാവേന പണയഃ, രജസ്വഭാവം കൊണ്ട് പണികൾ അതാതു പ്രവൃത്തിയിൽ താല്പര്യമുള്ളവ, അതാണ് പണികൾ എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപക്ഷെ മലയാളത്തിൽ പിന്നെ പണി എന്നുള്ള വാക്ക് ഇന്നുണ്ടായതായിരിക്കാം. പണിക്കർ, പണിക്കൻ, പണി എന്നൊക്കെയുള്ള ഒത്തിരി വാക്കുകളുണ്ട്. അപ്പം പണിയുക എന്ന് വെച്ചാൽ പ്രവർത്തിക്കുക, ചെയ്യുക എന്ന അർത്ഥത്തിലാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. സംസ്കൃത വാക്കാണ്. ഇപ്പൊ രജസ്വഭാവേന പണയോ ഏ ച, യാതൊന്നാണോ താൻ അനു, അവരെ അനുസരിച്ചവരാണ്. രജസ്വഭാവം കൊണ്ട് ഭൂമിയെ പ്രാപിച്ചു. ഭൂമിയെ പ്രാപിച്ചിട്ട് വേദോക്തങ്ങളായ യാഗാദി കർമ്മങ്ങൾ താല്പര്യമുള്ളവരായ മനുഷ്യർ ഈ കർമ്മങ്ങൾ അതാതിൻ്റെ ഫലത്തിനനുസരിച്ച് ഈ ലോകത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ആത്യന്തികേന സത്വേന ദിവം ദേവാപ്രപേതിരേ ധരാം രജസ്വഭാവേന പണയോ യേ ച താനനു. ആത്യന്തികേന സത്വേന ദേവാഹം ദിവം പ്രപേതിരേ പണയഃ താൻ അനു. രജസ്വഭാവേന ധരാം പ്രപേതിരേ. ആത്യന്തികേന സത്വേന ദിവം ദേവാപ്രപേതിരേ ധരാം രജസ്വഭാവേന പണയോ യേ ച താനനു. ആത്യന്തികേന സത്വേന ദിവം ദേവാപ്രപേതിരേ ധരാം രജസ്വഭാവേന പണയോ യേ ച താനനു. താർത്തീയേന സ്വഭാവേന ഭഗവന്നാഭിമാശ്രിതാഃ ഉഭയോരന്തരം വ്യോമ യേ രുദ്രവർഷദം ഗണാഃ. താർത്തീയേന സ്വഭാവേന, താർത്തീയം തൃതീയയെ സംബന്ധിക്കുന്നത് മൂന്നാമത്തെ ഗുണം ഏതാണ്? സത്വം, രജസ്, തമസ്. താർത്തീയേന സ്വഭാവേന, മൂന്നാമത്തെ സ്വഭാവമായ അധികരിച്ചിരിക്കുന്ന ആ തമസിന്റെ സ്വഭാവം കൊണ്ട് ഭഗവൻ നാഭിം ആശ്രിതാഃ, ഭഗവാന്റെ നാഭിയെ ആശ്രയിച്ച് ജനിച്ചവരായതുകൊണ്ട് ഉഭയോഹു അന്തരം വ്യോമ, രണ്ട് ലോകങ്ങളുടെയും മധ്യത്തിലിരിക്കുന്ന അന്തരീക്ഷത്തെ വ്യോമ
ഈ രുദ്രപാർഷദം ഗണ, അവിടെ രുദ്രപാർഷദന്മാരുടെ ഗണങ്ങൾ ആകുന്നു. അവിടെ മൂന്നാമത്തെ ഗുണമാണ് തമസ്. ആ തമോ ഗുണം അധികരിച്ച സ്വഭാവമുള്ളവർ, താമസ ഗുണം ഉള്ളവർ, ഭഗവാനായി വിരാട് പുരുഷന്റെ നാഭിസ്ഥാനത്തെ ആശ്രയിച്ച് ജനിച്ചതുകൊണ്ട് നാഭിസ്ഥാനത്തിൽ നിന്നുണ്ടായതും സ്വർലോകത്തിനും ഭൂലോകത്തിനും ഇടയ്ക്കിരിക്കുന്നതുമായ അന്തരീക്ഷ ലോകത്തെ ആശ്രയിച്ച് അവർ വസിക്കുന്നു. അവർ രുദ്രപാർഷദന്മാരായ ഭൂതങ്ങൾ, പ്രേതങ്ങൾ, പിശാചുക്കൾ മുതലായവകൾ ആകും. അപ്പൊ എങ്ങനെയാണ് ഇവരൊക്കെ ഉണ്ടായത് എന്ന് പറയാൻ പുറപ്പെട്ടതാണ്. മൂന്നാമത്തെ ഗുണത്തിൽ നിന്നുമാണ് അവരുണ്ടായത്, തമോ ഗുണത്തിൽ നിന്നുമാണ്. ഈ വിരാട് പുരുഷന് 3 ഗുണവും ഉണ്ട്. അതിലെ തമോ ഗുണം കൊണ്ടാണ് ഈ രുദ്രപാർഷദന്മാരായ ഗണങ്ങൾ, ദേവഗണങ്ങൾ ഉണ്ടാകാൻ കാരണം. അവരെ അന്തരീക്ഷചാരികളാണ്, അവരെ അദൃഷ്ടന്മാരാണ്, നേരിട്ട് കാണാനും പറ്റില്ല, അന്തരീക്ഷത്തിൽ കൂടി സഞ്ചരിച്ചു പോകുന്നവരാണ്. ഭഗവാന്റെ നാഭിയെ ആശ്രയിച്ചുണ്ടായ എല്ലാ മനുഷ്യർക്കും സ്വഭാവം കൊണ്ട് ഈ രുദ്രപാർഷദന്മാരുടെ ഗണങ്ങൾ ഇവയുടെ ഇടയ്ക്ക് അന്തരീക്ഷ ലോകത്തെ പ്രാപിച്ചു. അവയാണ് ഭൂതപ്രേത പിശ. അപ്പൊ ഇവരും ദേവനിൽ നിന്നും ഉണ്ടായി തന്നെയാണ്, ദേവാംശം തന്നെയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. താർത്തീയേന സ്വഭാവേന ഭഗവന്നാഭിമാശ്രിതാം ഉഭയോരന്തരം വ്യോമ ഏ രുദ്രപർഷദം ഗണാഹം. താർത്തീയേന സ്വഭാവേന ഭഗവന്നാഭിം ആശ്രിതാഃ ഉഭയോഃ അന്തരം വ്യോമ ഏ രുദ്രപാർഷദാഃ ഗണാഃ. താർത്തീയേന സ്വഭാവേന ഭഗവന്നാഭിമാശ്രിതാം ഉഭയോരന്തരം വ്യോമ ഏ രുദ്രപാർഷദം ഗണാഹം. താർത്തീയേന സ്വഭാവേന ഭഗവന്നാഭിമാശ്രിതാഃ ഉഭയോരന്തരം വ്യോമ ഏ രുദ്രപാർഷദം ഗണാഹം. മുഖതോ വർത്തത ബ്രഹ്മ പുരുഷസ്യ കുരുദ്വഹാം യസ്തു ഉന്മുഖത്വാദ്വർണ്ണാനാം മുഖ്യോ ബ്രാഹ്മണോ ഗുരു. അസ്യ മുഖതഃ, ഇവന്റെ മുഖത്തു നിന്നും അവർത്തത വർത്തിച്ചു, പ്രവർത്തിച്ചു. ബ്രഹ്മ വേദം എന്നർത്ഥം. ബ്രഹ്മാവല്ല, ബ്രഹ്മ എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ബ്രഹ്മാന്ന് ദീർഘം വർണ്ണമായിരുന്നു, മറ്റേതായിരുന്നു, അതല്ല. അതുകൊണ്ട് ഇവിടെ ബ്രഹ്മ വേദം എന്നർത്ഥം. അവർത്തത വർത്തിച്ചു ഉണ്ടായി. പുരുഷസ്യ മുഖതഃ ബ്രഹ്മ അവർത്തത, ഈ വിരാട് പുരുഷന്റെ മുഖത്തിൽ നിന്നും വേദമുണ്ടായി. ഹേ കുരുദ്വഹ, അല്ലയോ പരീക്ഷത്തെ, കുരുക്കന്മാർ ഉദ്വഹനായിരിക്കുന്നവനെ പരീക്ഷത്തെ. എസ്തു ഉന്മുഖത്വാത് വർണ്ണാനാം, യാതൊരു ബ്രാഹ്മണരാണോ വർണ്ണാനാം ഉന്മുഖത്വാത്, വർണ്ണങ്ങളിൽ വെച്ച് ആദ്യമുണ്ടായി എന്നുള്ളതുണ്ട്. ഉന്മുഖത്വത കൊണ്ട് എസ്തു ഉന്മുഖത്വാത് വർണ്ണാന മുക്ഷു അഭൂത്. 4 വർണ്ണങ്ങളിൽ ബ്രാഹ്മണന് മുഖ്യത വരാൻ കാരണം ഇതാണ്. മുഖത്തു നിന്നും ആദ്യമുണ്ടായ വേദങ്ങൾ, ആ വിരാട് പുരുഷന്റെ മുഖത്തു നിന്നുമാണ് വേദമുണ്ടായത്. ആ വേദത്തിൽ വിധിച്ചിരുന്ന കർമ്മങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ബ്രാഹ്മണരും മുഖത്തിൽ തന്നെ ഉണ്ടാകേണ്ടി വന്നു. ബ്രാഹ്മണോസ്യ മുഖമാസീത് എന്ന് പുരുഷ സൂക്തം പറയും. മുഖത്തിൽ നിന്നുമുണ്ടായത് നിമിത്തം വർണ്ണങ്ങളിൽ വെച്ച് മുഖ്യനാണ്. ഇതര വർണ്ണങ്ങളുടെ ഉപദേഷ്ടാവുമാണ് ബ്രാഹ്മണർ. അത് മുഖ്യമായതുകൊണ്ടാണ് ഇങ്ങനെ അവരുടെ കർമ്മങ്ങൾ വിധിക്കാൻ കാരണം. മുഖതോ വർത്തത ബ്രഹ്മാ പുരുഷസ്യ കുരുദ്വഹാം യസ്തു ഉന്മുഖത്വാദ് വർണ്ണാനാം മുഖ്യോ ഭൂത് ബ്രാഹ്മണോ ഗുരു. പുരുഷസ്യ മുഖതഃ ബ്രഹ്മ അവർത്തത യഃ ബ്രാഹ്മണഃ
ഉന്മുഖത്വാത് വർണ്ണാനാം മുഖ്യഃ ഗുരുഃ അഭൂത്. മുഖതോ അവർത്തത ബ്രഹ്മ പുരുഷസ്യ ഗുരുദ്വഹാം യസ്തുന്മുഖത്വാദ് വർണ്ണാനാം മുഖ്യോ ബ്രാഹ്മണോ ഗുരു. മുഖതോ വർത്തത ബ്രഹ്മ പുരുഷസ്യ ഗുരുദ്വഹാം യസ്തുന്മുഖത്വാദ് വർണ്ണാനാം മുഖ്യോ ബ്രാഹ്മണോ ഗുരു. വിശോ വർത്തത തസ്യോർവോ ലോകവൃത്തികരീ വിഭോ വൈശ്യസ്തദുദ്ഭവോ വാർത്താം നൃണാം യഃ സമവർത്തയത്. വിഷഃ അവർത്തന്ത, വൈശ്യന്മാർ അവർത്തന്ത. ബാഹുഭ്യോ വർത്തത ക്ഷത്രം, ക്ഷത്രിയസ്തദനുവ്രതാം യോജാതസ്ത്രായതേ വർണ്ണാൻ പൗരുഷഃ കണ്ഠകക്ഷതാത്. ബാഹുഭ്യഃ കൈകളിൽ നിന്നും, അവർത്തത വർത്തിച്ചു ക്ഷത്രം. ക്ഷത്രം ക്ഷാത്ര തേജസ് ശക്തി. ക്ഷത്രിയഃ തത് അനുവ്രതഃ, ക്ഷത്രിയൻ അതിനെ പിന്തുടർന്നുണ്ടായി. യോ അവർ, ജാതഃ ഉണ്ടായത്, ത്രായതേ വർണ്ണ വർണ്ണങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഉണ്ടായവരാണ്. പൗരുഷഃ കണ്ഠകക്ഷത, കണ്ടകം കൊണ്ട് ക്ഷതമുണ്ടാകുന്നു, മുള്ളുപോലെയുള്ള ശത്രുക്കളെ കൊണ്ട് ക്ഷതമുണ്ടാകുന്നതിൽ നിന്നും രക്ഷിക്കുന്നവനാണ് ക്ഷത്രൻ. ക്ഷതാത്കില ത്രായതൈ ഇത് ക്ഷത്രസ്യ ശബ്ദോ ഭുവനേഷു രൂഢ. ക്ഷതിയിൽ നിന്നും ത്രാണനം ചെയ്യുന്നത് കൊണ്ട് ക്ഷത്രൻ എന്നുള്ള ശബ്ദം ഈ ഭൂമിയിൽ രൂഢമാനുമൂലമായി തോന്നുന്നത്. അതുകൊണ്ടാണ് കൈകളിൽ നിന്നും ക്ഷത്രിയ തേജസ് ഉണ്ടായി. അത് എല്ലാ വർണ്ണങ്ങളെയും രക്ഷിക്കലാണ് ഈ പൗരുഷത്തിന്റെ, ഈ ക്ഷാത്രത്തിന്റെ മാഹാത്മ്യം എന്ന് സൂചിപ്പിച്ചാണ്. ബാഹുഭ്യോ വർത്തത ക്ഷത്രം, ക്ഷത്രിയസ്തദനുവ്രതാം യോ ജാതസ്ത്രായതേ വർണ്ണാൻ പൗരുഷഃ കണ്ഠകക്ഷതാത്. ബാഹുഭ്യഃ ക്ഷത്രം തത് അനുവ്രതഃ ക്ഷത്രിയഃ അവർത്തത പുരുഷഃ ജാതഃ യഃ കണ്ഠകക്ഷതാത് വർണ്ണാൻ ത്രായതേ. ബാഹുഭ്യോ വർത്തത ക്ഷത്രം, ക്ഷത്രിയസ്തദനുവ്രതാം യോ ജാതസ്ത്രായതേ വർണ്ണാൻ പൗരുഷഃ കണ്ഠകക്ഷതാത്. ബാഹുഭ്യോ വർത്തത ക്ഷത്രം, ക്ഷത്രിയസ്തദനുവ്രതാം യോ ജാതസ്ത്രായതേ വർണ്ണാൻ പൗരുഷഃ കണ്ഠകക്ഷതാത്. വിശോ വർത്തന്ത തസ്യോർവോർലോകവൃത്തികരീ വിഭോ വൈശ്യസ്തദുദ്ഭവോ വാർത്താം നൃണാം യഃ സമവർത്തയത്. വിഷഃ അവർത്തന്ത തസ്യ ഊർവോഃ ലോകവൃത്തികരീ വിഭോ. തസ്യ വിഭോ, ആ സർവവ്യാപിയായ വിഭുവായ വിരാട് പുരുഷന്റെ ഊർവോഹോ ഊരുക്കളിൽ നിന്ന് ലോകവൃത്തികരീ വിഷഃ, ലോകത്തിൻ്റെ വാർത്തകളെ ചെയ്യുന്ന, വാർത്ത എന്ന് വെച്ചാൽ കൃഷി, വാണിഭം, കച്ചവടം, കൃഷി, ഗോരക്ഷ, കച്ചവടം, ഇത് മൂന്നുമാണ് വാർത്ത. ദണ്ഡനീതി വാർത്ത എന്ന അർത്ഥശാസ്ത്രം വാർത്തയെക്കുറിച്ച് പറയുന്നു. നമുക്കിന്ന് വാർത്തയെക്കുറിച്ച് പറഞ്ഞാൽ പത്രവാർത്തകൾ, അല്ലെങ്കിൽ റേഡിയോ, TV വാർത്ത മാത്രമേ അറിയുകയുള്ളൂ. ഇവിടെ അതല്ല ഉദ്ദേശിക്കുന്നത്. വർത്തതേ യസ്മിൻ സവാർത്ത, അതായത് ലോകത്തിൻ്റെ വൃത്തികരിയായ, ലോകത്തിൻ്റെ സമസ്ത പ്രവർത്തനങ്ങൾക്കും ഉപജീവനഹേതുവായ, വൃത്തികരി ഉപജീവനഹേതുവായ വിഷഃ വൈശ്യൻ തസ്യ ഊർവോഹോ അവർത്തത, അവൻ്റെ ഊരുവിൽ നിന്നും വൈശ്യനുണ്ടായി. ലോകത്തിലെ ഉപജീവന മാർഗങ്ങളാണ്
അവിടെ കൃഷി, വ്യാപാരം, അതേപോലെ ഗോരക്ഷ, ഇത് മൂന്നും. ആ വ്യവസായങ്ങളെ ചെയ്യാൻ വൈശ്യന്മാരായിത്തീർന്നു ഭഗവാന്റെ തുടകളിൽ നിന്നും, ഊർവോഹോ, ഊരുക്കളിൽ നിന്നും വൈശ്യൻ ലോകത്തെ ഉപജീവന ദ്രവ്യത്തെ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു. അപ്പൊ വൈശ്യനില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. കാരണം ഉപജീവന വൃത്തികളൊക്കെ അവൻ്റെ കയ്യിലാണ്. ക്ഷത്രിയൻ ഇല്ലാതെ പറ്റില്ല, ബ്രാഹ്മണനില്ലാതെ പറ്റില്ല. 3 പേർക്കും 3 ദിവസത്തെ കർമ്മങ്ങളാണ് വിധിച്ചത്. വിഷോവർത്തന്തതസ്യോർവോഹോ ലോകവൃത്തികരീ വിഭോ വൈശ്യസ്തദുദ്ഭവോ നാം യസ്സമവർത്തയത്. വിഭോः തസ്യ ഊർവോः ലോകവൃത്തികരീः വിഷः തദുദ്ഭവः വൈശ്യः അവർത്തത യഹ നൃണാം വാർത്താം സ്വമവർത്തയത്. മനുഷ്യന്റെ വാർത്തയെ പ്രവർത്തിപ്പിച്ചു. വാർത്ത എന്ന് വെച്ചാൽ ഈ 3 എണ്ണമാണ് വാർത്ത. വിഷോവർത്തന്തതസ്യോർവോഹോ ലോകവൃത്തികരീ വിഭോ വൈശ്യസ്തദുദ്ഭവോ വാർത്താം നൃണാം യസ്സമവർത്തയത്. വിഷോവർത്തന്തതസ്യോർവോഹോ ലോകവൃത്തികരീ വിഭോ വൈശ്യസ്തദുദ്ഭവോ വാർത്താം നൃണാം യസ്സമവർത്തയത്. പദ്ഭ്യാം ഭഗവതോ ജജ്ഞേ ശുശ്രൂഷാധർമ്മസിദ്ധേ തസ്യാം ജാതഃ പുരാ ശൂദ്രോ യദ്വൃത്യാ തുഷ്യത്തെ ഹരിം. ഭഗവതഃ പദ്ഭ്യാം, ഭഗവാന്റെ പാദങ്ങളിൽ നിന്നും ജജ്ഞേ, ജനിച്ചു, ശുശ്രൂഷാധർമ്മസിദ്ധേ, ശുശ്രൂഷ എന്ന ധർമ്മത്തെ സിദ്ധിക്കാൻ വേണ്ടി, തസ്യാം ജാത, അവിടെ നിന്നും ഉണ്ടായ അവനെ, പുരാ പണ്ട്, ശൂദ്രഃ യദ്വൃത്യ ഹരി തുഷ്യതി, ആ വൃത്തി കൊണ്ട്, ശൂദ്രന്റെ വൃത്തി കൊണ്ടാണ് ഹരി സന്തോഷിക്കുന്നത്. ഹരിക്ക് ഏറ്റവും അധികം സന്തോഷം അവിടെയാണ്. അപ്പൊ കർമ്മത്തിനനുസരിച്ച് സേവനം ചെയ്യുവാൻ, ആ സേവധർമ്മത്തിൽ തൽപരരായ ശൂദ്രന്മാർ ഭഗവാന്റെ പാദങ്ങളിൽ നിന്നുണ്ടായി. ആ ശൂദ്രൻ ചെയ്യുന്ന ഓരോ തരം സേവാധർമ്മവും ഭഗവാൻ ശ്രീഹരി സന്തോഷിപ്പിക്കുന്നതാണ്. അപ്പൊ കാലിൽ നിന്നുണ്ടായത് കൊണ്ട് മോശമാണെന്നും പുറന്തള്ളപ്പെട്ടതെന്നും ഒന്നുമില്ല. ഭഗവാന്റെ കാലുകളെയാണ് എപ്പോഴും എല്ലാവരും ആശ്രയിക്കുന്നത്. ഭഗവത് പാദപങ്കജത്തെ ഉപജീവനമാക്കിയാണ് ഭക്തന്മാരെല്ലാം കഴിയുന്നത്. ഒരുപക്ഷെ ഭഗവാന്റെ ശിരസിനേക്കാൾ ഭജിക്കാൻ പറ്റുന്നത് പാദങ്ങളാണ്. അതുകൊണ്ടാണ് പാദങ്ങളെ ആശ്രയിച്ച് പാദപങ്കജത്തെ, പാദസ്വരൂപത്തെയൊക്കെയാണ് നമ്മളൊക്കെ ആശ്രയിക്കുന്നത്. അതിൻ്റെ കാരണം പാദത്തിന് അത്ര മഹത്വം ഉള്ളത് കൊണ്ടാണ്. ഈ ശരീരത്തെയും ഇന്ദ്രിയത്തെയും മനസ്സിനെയും മുഴുവൻ താങ്ങി നിർത്തുന്ന പാദമാണ്. പാദമില്ലെങ്കിൽ ഇത് താങ്ങി നിൽക്കില്ല. അപ്പൊ അതിനുള്ള കരുത്ത് പാദത്തിന് ഉണ്ടാവണം. അതുകൊണ്ടാണ് ആ ഭഗവാന്റെ ആ പാദത്തിൽ നിന്ന് ശൂദ്രനുണ്ടായി. ശൂദ്രന്റെ സേവാധർമ്മം ഭഗവാൻ ഏറ്റവും അധികം സന്തോഷമുള്ളതായി തോന്നുന്നു. പദ്ഭ്യാം ഭഗവതോ ജജ്ഞേ ശുശ്രൂഷാധർമ്മസിദ്ധേ തസ്യം ജാതഃ പുരോ ശൂദ്രോ യദ്വൃത്യാ തുഷ്യത്തെ ഹരിം. ഭഗവതഃ പദ്ഭ്യാം ധർമ്മസിദ്ധേ ശുശ്രൂഷ തസ്യാം ശൂദ്രഃ പുരാ ജാതഃ യദ്വൃത്യാ ഹരിഃ തുഷ്യതി. പദ്ഭ്യാം ഭഗവതോ ജജ്ഞേ ശുശ്രൂഷാധർമ്മസിദ്ധേ തസ്യാം ജാതഃ പുരോ ശൂദ്രോ യദ്വൃത്യാ തുഷ്യത്തെ ഹരിം. പദ്ഭ്യാം ഭഗവതോ ജജ്ഞേ ശുശ്രൂഷാധർമ്മസിദ്ധേ തസ്യാം ജാതഃ പുരാ ശൂദ്രോ യദ്വൃത്യാ തുഷ്യത്തെ ഹരിം. ഏതേ വർണ്ണാ സ്വധർമ്മേണ യജന്തി സ്വഗുരും ഹരിം
ശ്രദ്ധയാത്മവിശുദ്ധ്യർത്ഥം യജ്ജാതാ സഹവൃത്തിഭിः. ഏതേ വർണ്ണാഹ, ഈ 4 വർണ്ണങ്ങൾ ബ്രാഹ്മണ ക്ഷത്ര വൈശ്യ ശൂദ്രന്മാർ. ഈ 4 വർണ്ണങ്ങൾ അവരവരുടെ പ്രവൃത്തിക്കനുസരിച്ച് ആരിൽ നിന്നുണ്ടായോ അവരുടെ പാലകനും ജനകനും ഹിതമുപദേശിക്കുന്നവനുമായ ഭഗവാനെ തന്നെ ശ്രദ്ധയോടെ ഭജിച്ചു. അതുകൊണ്ട് ജന്മസിദ്ധങ്ങളായ കർമ്മങ്ങളെ കൊണ്ട് അന്ധകരണം പരിശുദ്ധമാക്കാൻ വേണ്ടിയാണ് ആരാധന. നമ്മളൊക്കെ ഭഗവാനെ ഭജിച്ചിട്ട് ആശ്രയിച്ചിട്ട് ഭഗവാനെ നേടാനില്ല. അങ്ങനെ ഭഗവാൻ ആഗ്രഹിക്കുന്നുമില്ല. പിന്നെ ആർക്കത്? നമുക്കാണ്. അങ്ങനെ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് എന്താണ് ഫലം? നമ്മൾക്ക് അന്ധകരണ ശുദ്ധി ഉണ്ടാക്കാനാണ് സമസ്ത കർമ്മങ്ങളും വിനിയോഗിക്കുന്നത്. ഏതേ വർണ്ണാസ്വധർമ്മേണ യജന്തി സ്വഗുരും ഹരി ശ്രദ്ധയാത്മവിശുദ്ധ്യർത്ഥം യജ്ജാതാ സഹവൃത്തിഭിः. ഏതേ വർണ്ണാഃ സ്വഗുരും ആത്മവിശുദ്ധ്യർത്ഥം ശ്രദ്ധയാ സ്വധർമ്മേണ യജന്തി വൃത്തിഭിः സഹ യജ്ജാതാഃ. ഏതേ വർണ്ണാഃ സ്വധർമ്മേണ യജന്തി സ്വഗുരും ഹരിം ശ്രദ്ധയാത്മവിശുദ്ധ്യർത്ഥം യജ്ജാതാ സഹവൃത്തിഭിः. ഏതേ വർണ്ണാഃ സ്വധർമ്മേണ യജന്തി സ്വഗുരും ഹരിം ശ്രദ്ധയാത്മവിശുദ്ധ്യർത്ഥം യജ്ജാതാ സഹവൃത്തിഭിः. ഏതച്ഛത്തത് ഭഗവതോ ദൈവകർമാത്മരൂപിണാം കശ്രദ്ധധ്യാതുപാകർത്തും യോഗമായാ ബലോദയം. ഏതത് ക്ഷത്തഃ. ക്ഷത്തഃ സംബോധനയാണ്. ഹേ വിദുര, ക്ഷത്താവെന്ന് വിദുരൻ. ഹേ വിദുര, ഏതത് ഭഗവതോ, ഞാൻ ഈ വർണ്ണിച്ചതാണ് ഭഗവാന്റെ ദൈവകർമ്മ ആത്മരൂപിണഃ ഭഗവതഃ. ദൈവകർമ്മ ആത്മരൂപിയായ, ഇവിടെ ദൈവത്തിന് കാലം എന്നർത്ഥം. കാലം, കർമ്മം, പിന്നെ എന്താണ്? സ്വഭാവം. ഇത് മൂന്നുമാണ് കർമ്മ ആത്മരൂപിണഃ. കാലകർമ്മ സ്വഭാവ സ്വരൂപനായ ഭഗവാന്റെ യോഗമായയിൽ നിന്നുമുണ്ടായ ഈ പ്രഭാവത്തെ ആർക്ക് ശ്രദ്ധിക്കാൻ പറ്റും? ഉപാകർത്തും യോഗമായ ബലോദയം. യോഗമായയുടെ ബലോദയത്തെ ഉപകർത്തും, അവയെ മുഴുവനും വർണ്ണിക്കുവാൻ ആർക്ക് ശ്രദ്ധയുണ്ടാകും? ആർക്കും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഇത്രയും നേരം വർണ്ണിച്ചത് ഏകദേശമാണ്, പൂർണ്ണമല്ല എന്നർത്ഥം. പൂർണ്ണമായി വർണ്ണിക്കാൻ ഇനിയും ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ ഈ കാലകർമ്മസ്വരൂപനായ ഭഗവാന്റെ യോഗമായയിൽ നിന്നുണ്ടായ മായയെ മുഴുവൻ വർണ്ണിക്കാൻ ആർക്കു പറ്റും? ആർക്കും പറ്റില്ല. ശ്രമം പോലും സാധ്യമല്ല. അപ്പൊ പിന്നെ അതിന് വിസ്തരിച്ച് വർണ്ണിക്കാനാവില്ല എന്ന് പറയേണ്ടതല്ല. അതുകൊണ്ട് ഇവിടെ ഏകദേശമായിട്ട് പറഞ്ഞു. ഏതത് ഭഗവതോ ദൈവകർമാത്മരൂപിണാം കസ്തദ്ധ്യാതുപാകർത്തും യോഗമായാ ബലോദയം. ഹേ ക്ഷത്തഃ ദൈവകർമ്മ ആത്മരൂപിണഃ ഭഗവതഃ ഏതത് യോഗമായാ ബലോദയം ഉപാകർത്തും കഃ ശ്രദ്ധധ്യാത്. ഏതത് ക്ഷത്തത് ഭഗവതോ ദൈവകർമാത്മരൂപിണഃ കശ്രദ്ധധ്യാതുപാകർത്തും യോഗമായാ ബലോദയം. ഏതത് ക്ഷത്രാത് ഭഗവതോ ദൈവകർമാത്മരൂപിണാം കശ്രദ്ധധ്യാതുപാകർത്തും യോഗമായാ ബലോദയം. അഥാപി കീർത്തയാമ്യംഗ യഥാമതി യഥാശ്രുതം കീർത്തിം ഹരേ സ്വാം സത്യത്വം ഗിരം അന്യാഭിധാഫതീം. അഥാപി എന്നാലും കീർത്തയാമി അംഗ, ഹേ പൂജ്യനായവനെ ഞാൻ പാടുന്നു.
യഥാമതി യഥാശ്രുതം. എൻ്റെ ബുദ്ധി അനുസരിച്ച് ഞാൻ കേട്ടതുപോലെ, ആരിൽ നിന്നും? ഗുരുക്കന്മാരിൽ നിന്നും ഞാൻ കേട്ടതുപോലെ എൻ്റെ ബുദ്ധി അനുസരിച്ച് ഞാനിതാ ഇനിയും കീർത്തിക്കാൻ പോകും. എന്താണ്? കീർത്തിം ഹരേഹേ സ്വാം സത്കർത്തും ഗിരം അന്യാഭിധാഫതിം. ഹരേഹേ സ്വാം സത്കർത്തും, ഹരിയുടെ കീർത്തിയെ, ഹരേഹ കീർത്തിം യഥാസുതം യഥാമതി കൃത്യ, കേട്ടതുപോലെ എൻ്റെ ബുദ്ധി അനുസരിച്ച് ഞാനിതാ ഇവിടെ കീർത്തി കേൾക്കും. യഥാസുതം യഥാമതി കൃത്യ ഹരേഹേ കീർത്തി, ഹരിയുടെ കീർത്തിയെ സ്വാം സത്കർത്തും, ആ ഹരിയുടെ കീർത്തിയെ തൻ്റെ വാക്കിനെ, ഇരം വാക്കിനെ, കീർത്തിം ഹരേഹ സ്വാം സത്കർത്തും ഇരം അന്യാഭിധ അഫതി, അന്യാഭിധ അഫതിം ഇരം സത്കർത്തും. അന്യമായ വിഷയവ്യവഹാരത്താൽ അശുദ്ധമായ, അന്യ അഭിധ അഫതി, അന്യമായ അഭിധ കൊണ്ട്, അന്യമായ വിഷയത്തിൻ്റെ വ്യവഹാരം കൊണ്ട്, അഫതിയും ഇല്ലാത്തതായ അശുദ്ധമായ, സ്വാം ഗിരം തൻ്റെ വാണിയെ, സ്വാം ഗിരം തൻ്റെ വാണിയെ, ഇങ്ങനെയുള്ള വാണിയാണ് അന്യാഭിധ അഫതിം. സ്വാം ഗിരം, അങ്ങനെയുള്ള തൻ്റെ ആ കീർത്തിയെ യഥാശ്രുതം യഥാമതി കൃത്യ, ഞാൻ കേട്ടതുപോലെ എൻ്റെ ബുദ്ധി അനുസരിച്ച് ഞാൻ തകർപ്പിക്കാൻ പോകും. എൻ്റെ ബുദ്ധി അനുസരിച്ച് ഞാൻ കീർത്തനം ചെയ്യുന്നു. എന്തിനാണ് എൻ്റെ ഉദ്ദേശ്യം? അന്യവിഷയങ്ങൾ പറയുന്നത് കൊണ്ട് വാക്കിന് സംഭവിക്കുന്ന അശുദ്ധി പരിഹരിച്ച് ശുദ്ധമാക്കാൻ. രാവിലെയും വൈകിട്ടും നാമം ചൊല്ലാൻ പറയുന്നത് പകലന്തിയോളം വാക്കുകൊണ്ട് എന്തൊക്കെ ദുഷ്കർമ്മങ്ങൾ ചെയ്തോ അതിന് പ്രായശ്ചിത്തമായിട്ടാണ് സന്ധ്യയ്ക്കും രാവിലെയും വൈകിട്ടും നാമജപം നിർബന്ധമായും പറഞ്ഞത്. അഥാവികീർത്തയാം ഞങ്കാം യഥാമതി യഥാസുതം കീർത്തിം ഹരേ സ്വാം സത്കർത്തും വിരമന്യാഭിധാഫതീം. അഥാവികീർത്തയാം ഞങ്കാം, അഥ ഹേ അംഗാം, അഥാപി അന്യാഭിധ അഫതീം സ്വാം ഗിരം സത്കർത്തും ഹരേ കീർത്തിം യഥാസുതം യഥാമതി കീർത്തയാം. അഥാപി കീർത്തയാം ഞങ്ക യഥാമതി യഥാശ്രുതം കീർത്തിം ഹരേ സ്വാം സത്കർത്തും ഇരമന്യാഭിധാഫതിം. അഥാപി കീർത്തയാം ഞങ്ക യഥാമതി യഥാശ്രുതം കീർത്തിം ഹരേ സ്വാം സത്കർത്തും ഇരമന്യാഭിധാഫതിം. ഏകാന്തരാഭം വചസോ നുപുംസാം പുശ്ലോകമൗലിർഗുണവാദമാഹു ശ്രുതൈശ്ച വിദ്വദ്ഭിരുപാകൃതായാം യഥാ സുധായാം ഉപസംപ്രയോഗം. ഏകാന്തലാഭം, ഏകാന്തം വെച്ചാൽ മുഖ്യമായ പ്രയോജനം, അതാണ് ഏകാന്ത ലാഭം. ഏകമായ അന്തത്തോടു കൂടിയ ലാഭം, മുഖ്യമായ ലാഭം. വചസോന്നു പുംസാം, വചസഹ വാക്കിൻ്റെ, പുംസാം പുരുഷന്മാരുടെ വാക്കിൻ്റെയും, ഉശ്ലോകമൗലേഹി ഗുണവാദം അഹു. സുശ്ലോകമൗലി, നന്നായി കീർത്തിക്കപ്പെടേണ്ടവരിൽ വെച്ച് മൗലിയായി ശിരോഭൂഷണമായിരിക്കുന്ന ഗുണവാദം അഹു, ഗുണവാദത്തെ ആഹുഹു പറയും. ആരാൽ? വിദ്വദ്ഭിഹി, വിദ്വാൻമാരാൽ.
ശ്രുതേച്ഛ ശ്രുതിയുടെയും വിദ്വദ്ഭിഹി ഉപാകൃതായാം വിദ്വന്മാരാൽ വർണ്ണിക്കപ്പെട്ടിരിക്കുന്ന കഥാഫുധായാം കഥയാകുന്ന അമൃതത്തിൽ ഫുധയിൽ ഉപസംപ്രയോഗം സമർപ്പണം എന്നർത്ഥം. കഥാഫുധായാം ഉപസംപ്രയോഗം കഥാഫുതയിൽ സമർപ്പണം ചെയ്യുകയാണ് എന്ന് ആഹുഹു പറയുന്നു. മനുഷ്യർക്ക് സംസാരശേഷി സിദ്ധ്യതിൻ്റെ ഏറ്റവും വലിയ പ്രയോജനം ഭഗവാന്റെ ഭക്തവാത്സല്യാദികളായ സദ്ഗുണങ്ങളെ വീണ്ടും വീണ്ടും കീർത്തിക്കലാണ്. അതിനെക്കുറിച്ച് കീർത്തിക്കുന്ന കേൾക്കാനാണ് ശ്രോത്രേന്ദ്രിയം വിധിച്ചിരിക്കുന്നത്. അതിൻ്റെ ഫലം അറിവുള്ളവർ വർണ്ണിച്ചിട്ടുണ്ട്. ശ്രദ്ധാപൂർവം കേൾക്കുന്നത് കൊണ്ട് തത്വജ്ഞാന്മാരായ മഹാരഥന്മാർ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫലം തീർച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഏകാന്തലാഭം വചസോ നുപുംസാം പുശ്ലോകമൗലിർഗുണവാദമാഹോ ശ്രുതിശ്ച വിദ്വദ്ഭിരുപാകൃതായാം കഥാസുധായാം ഉപസംപ്രയോഗം. ഏകാന്തലാഭം വചസോ നുപുംസാം പുശ്ലോകമൗലിർഗുണവാദമാഹോ ശ്രുതിശ്ച വിദ്വദ്ഭിരുപാകൃതായാം കഥാസുധായാം ഉപസംപ്രയോഗം. പുംസാം വചസഃ ശ്രുതേഃ ഏകാന്തലാഭം പുശ്ലോകമൗലേഃ ഗുണവാദം വിദ്വദ്ഭിः ഉപാകൃതായാം കഥാസുധായാം ഉപസംപ്രയോഗം ആഹു. ഏകാന്തലാഭം വചസോ നുപുംസാം പുശ്ലോകമൗലിർഗുണവാദമാഹു ശ്രുതേശ്ച വിദ്വദ്ഭിരുപാകൃതായാം കഥാസുധായാം ഉപസംപ്രയോഗം. ഏകാന്തലാഭം വചസോ നുപുംസാം പുശ്ലോകമൗലിർഗുണവാദമാഹു ശ്രുതേശ്ച വിദ്വദ്ഭിരുപാകൃതായാം കഥാസുധായാം ഉപസംപ്രയോഗം. ആത്മനോവസിതോ വത്സ മഹിമാ കവിനാദിനാം സംവത്സര സഹസ്രാന്തേ ധിയാ യോഗവിവക്വയാം. ആത്മനോ അവസിതോ, ആത്മനഃ അവിടെ തന്നെത്താൻ, അവസിതം അവസാനിച്ച പൂർണ്ണമായ, ഹേ വത്സ കുഞ്ഞേ, മഹിമ കവിന ആദിന മഹാത്മ്യത്തെ ആദികവിയായ ബ്രഹ്മാവിനാൽ. നമ്മൾ അറിയപ്പെടുന്ന ആദികവി വാൽമീകി എന്നാണ്. അതിന് വേദമുണ്ടായതുകൊണ്ട്, ബ്രഹ്മാവിൻ്റെ മുഖത്തു നിന്നുണ്ടായ വേദമായതുകൊണ്ട് ആ ബ്രഹ്മാവിനെ ആദികവി എന്ന് വിളിക്കുകയാണ്. കവിന ആദിന സംവത്സര സഹസ്രാന്തേ 10,000 സംവത്സരങ്ങൾ തപസ് ചെയ്ത് ധിയാ ബുദ്ധി കൊണ്ട് യോഗവിവക്വയ യോഗാനുഷ്ഠാനം കൊണ്ട് വിപക്വമായ പാകപ്പെട്ട ആ ബുദ്ധി കൊണ്ടും ഹരിയുടെ മഹാത്മ്യത്തെ പൂർണ്ണമായും പറഞ്ഞു തീർക്കാൻ കഴിയുകയില്ല. പിന്നെയാട്ട് ഞങ്ങളെപ്പോലുള്ളവർക്ക്. കാരണം എന്താണ്? 1000 വർഷം തപസ്സു ചെയ്ത സൃഷ്ടാവ് ജ്ഞാനപ്രവർത്തകനായ ആ ബ്രഹ്മാവിന് കൂടി ഈ തപസ് കൊണ്ട് മാത്രമേ ബുദ്ധിയെ പരിശുദ്ധമാക്കാൻ സാധിച്ചുള്ളൂ. അങ്ങനെയാണ് ഹരിയുടെ മഹാത്മ്യത്തെ പറയാൻ പറ്റുന്നത്. അത് പൂർണ്ണമല്ല. അതുകൊണ്ട് ഞങ്ങളെപ്പോലെയുള്ളവർക്ക് തികച്ചും ഇതറിയാൻ വിഷമമാണ് എന്ന് ആദ്യം തന്നെ ബോധ്യപ്പെടുത്തുക. ആത്മനോവസുതോ വത്സ മഹിമാ കവിനാദിനാം സംവത്സര സഹസ്രാന്തേ ധിയാ യോഗവിവക്വയാം. ഹേ വത്സ, ആദിന കവിന സംവത്സര സഹസ്രാന്തേ യോഗവിവക്വയാ ധിയാ ആത്മനഃ മഹിമാ അവസിതം. ആത്മനോ വസിതോ വത്സ മഹിമാ കവിനാദിന
പമ്പൽഫരഫഹ ഭ്രാന്തേ ധിയാ യോഗവിഭജ്യയാം അതോ ഭഗവതോ മായ മായിനാമഭിമോഹിനി യത് സ്വയം ചാത്മവർത്മാത്മാ നവേദ കിമുതാപരേ. അതുകൊണ്ട് ഭഗവതോ മായ, ഭഗവാന്റെ മായ, മായിനാമഭിമോഹിനി, മായികളെപ്പോലും മോഹിപ്പിക്കുന്ന ഭഗവാന്റെ മായ, യത് സ്വയം ആത്മവർത്മാ ആത്മാ നവേദ, ആത്മാവിൻ്റെ വഴിയായ ആ മായയെ വിസ്തരിക്കുന്നത് നവേദ അറിയുന്നില്ല. പിന്നാകട്ടെ മറ്റുള്ളവരുടെ കാര്യം. തൻ്റെ യോഗമായ വൈഭവം കൊണ്ട് മായികളായ എത്രയോ ആൾക്കാരെ മോഹിപ്പിക്കുന്നവനായ ആ ഭഗവാൻ തൻ്റെ മായയുടെ വിസ്താരത്തെ ശരിക്കും അറിയാൻ പറ്റില്ല. എത്രത്തോളം മഹിമയാണ് തൻ്റെ മായക്കെന്ന് അറിയാൻ പറ്റില്ല. പിന്നാകട്ടെ ബാക്കിയുള്ളവരുടെ കാര്യം. അതോ ഭഗവതോ മായാം മായിനാമഭിമോഹിനി യത്സ്വയം ചാത്മവർത്മാത്മാ നവേദ കിമുതാപരേ. അതഃ ഭഗവതഃ മായ മായിനാമപി മോഹിനി യത് ആത്മാ സ്വയം ആത്മവർത്മ നവേദ അപരേ കിമുത. അതോ ഭഗവതോ മായ മായിനാമപി മോഹിനീം യത്സ്വയം ചാത്മവർത്മാത്മാ നവേദ കിമുതാപരേ. യതോപ്രാപ്യ നിവർത്തന്തെ വാചശ്ച മനസാഫഃ അഹം ചാന്യൈ മേ ദേവാഃ തസ്മൈ ഭഗവതേ നമഃ. യതഃ യാതൊരിടത്തു നിന്നും പ്രാപിച്ചിട്ട് പ്രാപ്യ നിവർത്തന്തെ പിന്തിരിയുന്നു, വാചഃ ച മനസ, വാക്ക് മനസ്സോടൊപ്പം എവിടെ നിന്നും പിന്തിരിയുന്നുവോ, അഹം ച അന്യ ഇമേ ദേവാഹ, ഞാനും ഈ നിൽക്കുന്ന മറ്റു ദേവന്മാരും, തസ്മൈ ഭഗവതേ നമഃ, അങ്ങനെയുള്ള ഭഗവാനായിക്കൊണ്ട് ഞാൻ നമസ്കരിക്കുന്നു. ഇവിടെ ഇങ്ങനെയുള്ള ഭഗവാനെ, ആ മായയെ നിയന്ത്രിക്കുന്നവനായ ഭഗവാനെ, മായയുടെ ഉൽപ്പത്തി സ്ഥാനമായ ബ്രഹ്മാവിന് പോലും അറിയാൻ പറ്റില്ല. പിന്നാകട്ടെ ബാക്കിയുള്ള കാര്യം എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇത് അറിയപ്പെടാൻ പറ്റാതാകുന്നത്? ഈ പരമാത്മ ചൈതന്യം എന്നുള്ള വസ്തു വാസ്തവമാണ്, ഉള്ളതാണ്. ഇത് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ അവസാനത്തെ ശ്ലോകം ഉദാഹരിച്ചത്. വേദവാക്കുകളെയും അതേപോലെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ കഴിയാത്ത എത്രയോ വസ്തുക്കളെയും അറിയാൻ ശക്തിയുള്ള ഋഷിമാരെ, അതീന്ദ്രിയ ധ്യാനനിഷ്ഠന്മാരായ ബ്രഹ്മാദികളായ ദേവന്മാരെ, ഇവരൊക്കെ ഭഗവാന്റെ സ്വരൂപത്തെ, ഗുണത്തെ, ഐശ്വര്യത്തെ പരിപൂർണമായിട്ട് അറിയാനും പറയാനുമുള്ള വാക്കുകളോടുകൂടി എവിടെ ചെന്ന് പിന്തിരിയുന്നു, അതാണ് ഭഗവാന്റെ സ്ഥാനം. അരിഞ്ഞ നമസ്കരിക്കും. യഥോ വാചോ നിവർത്തന്റെ അപ്രാപ്യ മനസാഫഹ എന്ന് ഉപനിഷത്ത് പറയും. വാക്കും മനസ്സും എവിടെ നിന്നാണോ പിന്തിരിയുന്നത്, അതാണ് ഭഗവാന്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് ഭഗവത് സ്വരൂപം, അതിൻ്റെ മഹിമ അവർണ്ണനീയം, ആർക്കും വർണ്ണിച്ച് പൂർണ്ണമാക്കാൻ പറ്റില്ല എന്ന് ഭഗവൻ മാഹാത്മ്യത്തെ സ്തുതിച്ച് കൊണ്ട് ഈ അധ്യായം ഉപസംഹരിക്കാം. യതോ അപ്രാപ്യ നിവർത്തന്തെ വാചശ്ച മനസാഫഃ അഹം ച അന്യ ഇമേ ദേവാഃ തസ്മൈ ഭഗവതേ നമഃ. വാചഃ ച അഹം ച ഇമേ അന്യാഃ ദേവാഃ ച അപ്രാപ്യ മനസാഫഃ യത് നിവർത്തന്തെ തസ്മൈ ഭഗവതേ നമഃ.
യതോ പ്രാപ്യ നിവർത്തന്തെ വാചശ്ച മനസാഫഹാം അഹം ജാന്യൈമേ ദേവാഹ തസ്മൈ ഭഗവതേ നമഃ. യതോ പ്രാപ്യ നിവർത്തന്തെ വാചശ്ച മനസാഫഹാം അഹം ചാന്യൈമേ ദേവാഹ തസ്മൈ ഭഗവതേ നമഃ. ഇങ്ങനെ ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് ഇത്തിരി നീണ്ടുപോയതാണെങ്കിലും ഈ സൃഷ്ടിക്രമമെന്ന അധ്യായത്തെ നമുക്ക് ഇവിടെ ഉപസംഹരിക്കാം. അടുത്ത അധ്യായം നമുക്ക് അടുത്ത ദിവസം ആരംഭിക്കാം. ക്ലാസ് ഉപസംഹരിച്ചിട്ട് സംശയമുള്ളതെന്ന് ചോദിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.